നിന്റെ ഹൃദയം പോകുന്നുണ്ടോ? നിന്റെ നാവ് കൊണ്ട് പടച്ചറപ്പിനെ വിളിക്കാത്ത സമയം കടന്നു വരുന്നുണ്ടോ? അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അന്ന് സൂറെന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്താട് അന്ന് ഈ ലോകം അവസാനിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹ് എന്നുള്ള ലഫ്ള് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നുവോ, അവന്റെ നാവിൽ നിന്നും പോകുന്നോ, അന്ന് ഈ ലോകം അവസാനിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു മനോഹരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ടത്രേ, മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആരെങ്കിലും ആ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കിയാൽ അവന് സ്വർഗമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇരിക്കുന്ന എല്ലാ മോമിനിയങ്ങളും പഠിക്കണം. വലിയ വലിയ എസ്സേകൾ കാണാതെ പഠിക്കുന്ന മക്കൾ, വലിയ വലിയ പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുഖമായി പഠിക്കാം അള്ളാഹുവിന്റെ നാമങ്ങൾ. ഒരു 3-4 വരികളിൽ ഉൾക്കൊള്ളും ചെറിയ നാമങ്ങൾ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം. 99 നാമങ്ങൾ കാണാതെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയല്ലേ, ഉറക്കെ ഒന്നുകൂടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല നിയ്യത്താണ്, മഹാനുഭാവന്റെ ഹദ്റത്തിൽ വെച്ച് ഏറ്റെടുത്തൊരു നിയ്യത്താണ്. അത് പൂർത്തീകരിക്കണം. അടുത്ത ദിവസം തന്നെ അത് പൂർത്തീകരിക്കണം. എല്ലാവരും അത് കാണാതെ പഠിക്കണം. 99 നാമങ്ങൾ വെച്ചിട്ട് ദ്വാരന്നാൽ ഇജാബത്താണ്. അള്ളാഹുവിനെ വിളിച്ച് ദ്വാരക്ക. ഈ 99 നാമങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരന്ന് നോക്കി എല്ലാ ലക്ഷ്യങ്ങളും പോവണേ. ഹാഫിളാകണോ, ആലിമാകണോ, ഖൈറായ നിലയ്ക്കുള്ള ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടണോ, വലിയ വഅദ് പറയുന്ന ഉസ്താദാകണോ, വലിയ മുദർരിസാകണോ, ഖതീബാകണോ, ഏത് നിലയ്ക്കാകണോ, ഇതായിരുന്നു അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രത്യേകിച്ച് മുതഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഇജാബത്ത്. അതുകൊണ്ട് ഈ 99 നാമങ്ങൾ പഠിച്ചിട്ട് ഉസ്താദ് എന്റെ ദുആന് ഉത്തരം കിട്ടുന്നില്ല, സഹോദരിമാരുടെ ഒക്കെ പരാതിയാണ്. നിങ്ങൾ ഈ 99 നാമങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങളൊക്കെ ഒന്ന് കാണാതെ പഠിച്ചത്. ഖുർആനിൽ എത്രയോ സ്ഥലത്തുണ്ട്, സമയമില്ല അതിലേക്കൊന്നും പോകാൻ. വിഷയത്തിൽ നിന്ന് തെന്നും, അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു عالم الغيب والشهادة هو الرحمن الرحيم. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ നാമങ്ങൾ കാണാതെ പഠിക്കുന്നത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് ആലിമിനാണ്, ഏത് സൂഫിയാക്കൾക്കാണ് ഇത് അറിയാത്തത്? അവരൊക്കെ ഇത് പഠിച്ചവരാണ്, അവരൊക്കെ ഇതിന്റെ വിറുതുകൾ വീടിയവരാണ്. സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം ചെല്ലാത്ത ഒരൊറ്റ വരിയുമില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ 11 പ്രാവശ്യം, അസ്മാഉൽ ഹുസ്ന ഓതാത്ത ഒറ്റ വരിയുമില്ല. അവരൊക്കെ ഇത് റബ്ബിനെ വിളിക്കാൻ, റബ്ബിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ മറന്നിട്ടൊരു പരിപാടി.
ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ മനോഹരമായ ദിക്റാണ്. അല്ലാഹ് എന്ന മഹത്തായ നാമമുണ്ട് അല്ലേ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, നിന്റെ സ്മരണയെന്നും നിലനിർത്താൻ എനിക്കൊരു ദിക്ർ നൽകണേ അല്ലാഹ്. മൂസാ മൂസാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇതെല്ലാവരും ചൊല്ലുന്നതല്ലയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മൂസാ. ചെറിയ ദിക്റല്ല. അല്ലാഹ് 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 അവിടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാണ്. അമ്മായിയപ്പനാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ ഒച്ചയില്ലാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ ഉപ്പയാണ്, ഫാത്തിമ ബീവിയുടെ ഉപ്പയാണ്. അലിയാര് തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് എനിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്ന കൗമുണ്ട്. സ്ത്രീകളാണ് വലിയ സംഭവം. എനിക്കെന്തെങ്കിലും ഒരു ദിക്റുത പറയുന്ന ദിക്റ് മുഴുവൻ കൊടുക്കുമ്പോൾ പറയും അത് ഞാൻ ചെല്ലുന്നുണ്ട്, അത് ഞാൻ 10,000 ചെല്ലുന്നു രാവിലെ സുബഹി. ഇവിടെ ഒരെണ്ണം പോലും ചെല്ലുന്നില്ല. ഞാൻ കുറച്ച് സ്വലാത്ത് ഇരിക്കുമെന്ന് പറയുമ്പോൾ പറയും അത് ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 3344 വെച്ച് വെറുതെ. ഇങ്ങനെ വെറുതെ പറയുന്ന കുറെ കൗമുണ്ട്. ഒരു ദിക്റും ചെല്ലുന്നുണ്ടാവൂല, ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വലാത്ത് ചെല്ലുന്നുണ്ടാവൂല. പക്ഷെ വെറുതെ ഇങ്ങനെ വായാടിത്തരം അത് വേണ്ട. ഒരു ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അനുവാദം കിട്ടി ചെല്ലുന്നതും അല്ലാതെ നമ്മൾ അറിഞ്ഞു ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് പൊരുത്തം വാങ്ങി ഇജാസത്ത് വാങ്ങുന്നത്. കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവുള്ളൂ. ചിലർ കുറെ കൊട്ടപ്പടി വാങ്ങിച്ചു നോക്കുന്നുണ്ടൊന്നും ചെല്ലാനും കഴിയില്ല. അങ്ങനത്തെ കുറെ കൗമികൾ. മുത്തഅല്ലിമൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇൽമു പഠിക്കുക, വേറെ ഒരു പരിപാടിയും ഉസ്താദ് നിങ്ങൾക്ക് ദറസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദിക്ർ തരും. മഗ്‌രിബിന് മുമ്പ് നിങ്ങൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ആ സമയത്ത് തരും. ഭയങ്കര പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് രാത്രിയിൽ വൽ ഫജ്ർ സൂറത്ത് ഓതുക, പകൽ മുഴുവൻ ഈ ദിക്ർ കൊണ്ട് നിലകൊള്ളുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ് മാ അസ്ഹലു ത്വരീഖി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പമാർഗമേതാണ്? അല്ലാഹുവിലേക്ക് എങ്ങനെയെങ്കിലും അടുക്കണം, അതിനുള്ള എളുപ്പമാർഗമേതാണ്? നമുക്കൊക്കെ ഒരു മനസ്സിലാതുണ്ടാവുമല്ലോ, പടച്ച റബ്ബിലേക്ക് എങ്ങനെ അടുക്കും? കമ്മസൂഫി വലിയുല്ലാഹി മഹാനുഭാവൻ അടുത്തതുപോലെ, മമ്പറും തങ്ങൾ അടുത്തതുപോലെ, നാട്ടുകളടങ്ങിയിരിക്കുന്ന മഹാനുഭാവൻ അടങ്ങി എങ്ങനെ അടുത്തതുപോലെ എനിക്കും അടുക്കണം റബ്ബിലേക്ക്. എങ്ങനെ അടുക്കാൻ സാധിക്കും? ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്ത. അലി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു. ഏറ്റവും അടുപ്പാണ്, ഭാര്യയുടെ വാപ്പയാണ്, അപ്പൊ കൂടുതൽ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ച് ചോദിക്കാം, നിങ്ങൾക്ക് ഭയങ്കര അടുപ്പമാണല്ലോ അല്ലാഹുവായിട്ട്, അതുകൊണ്ട് എങ്ങനെ അടുക്കാനുള്ള എളുപ്പ വഴി എന്താ? അല്ല കുറുക്കു വഴി വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ ആ കുറുക്കു വഴി പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയണ്ടേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ സ്മരിക്കലാണ്, ഓർക്കലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ദിക്ർ ചെല്ലുക, റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നാ ഒരു ദിക്ർ നബിയേ, എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ചെല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കോ. ചിന്തിച്ചു നോക്ക്. അലി റളിയല്ലാഹു തആല അപ്പോഴും ചോദിച്ചു വന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയും, നമുക്കിന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, ഈ സ്വലാത്തുകൾ വേണ്ട, ഈ ഹദ്ദാദ് റാത്തീബുകൾ വേണ്ട, ഈ മൗലിദുകൾ വേണ്ട, ഈ റാത്തീബുകളൊന്നും വേണ്ട. നമുക്ക് കുറെ പുതുപുത്തം കുറച്ച് കിട്ടിയാൽ മതി. ആർക്കും അറിയാത്ത എന്തെങ്കിലുമൊക്കെ കടുപെട്ട് കുറച്ച് വാക്കുകൾ കിട്ടിയാൽ, അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയാൽ അത് വലിയ സംഭവം. സുന്നികൾ അങ്ങനെ കുറച്ച് പേര് പോയിട്ടുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയോളം ശ്രേഷ്ഠതയുള്ള വേറെ ദിക്റില്ല. അലി റളിയല്ലാഹു അൻഹു കൊടുക്കുക, ഇത് ചെല്ലിക്കോ. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ വലിയ മഹാനാണ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ മുരീദന്മാരായി കടന്നു ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര, നീ 1,00,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയിട്ട് വാ. 1,00,000 പരിപൂർണമായി ചെല്ലിയിട്ട് ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 1,00,000 വീണ്ടും ചെല്ലി 2,00,000 വീണ്ടും ചെല്ലുമ്പോൾ പറയും 1,00,000 കൂടി ചെല്ലും. 3,00,000 ഒക്കെ ചെല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടാവും. സാധാരണ ഞാൻ അതിനെയൊക്കെ കൂടുതൽ ചെല്ലിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, നമ്മൾ അനുവാദം വാങ്ങിച്ചു ചെല്ലുന്നതും അല്ലാതെ ദിക്റാണ് കൊടുത്തിരുന്നത്. ചെറിയതല്ല, കുറച്ച് ചെല്ലണം, നമ്മൾ കുറച്ച് ചെല്ലേണ്ടതാണ്. മരണപ്പെട്ടതുപോയ ആളുകൾ അവരുടെ ഖബറുകളിൽ 7 ദിവസങ്ങളിൽ അല്ലതല്ല 40 ദിവസം വരെ ഖബറിൽ ഫിത്നയിലാക്കപ്പെടും. ഖബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ ഉയർത്തപ്പെടാൻ നിദാനമാണ് 70,000 ദിക്റുകൾ ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് മുതലേ ചെയ്തു വരുന്ന തൗസ് എന്ന് പറയുന്നത് വലിയ മഹാനാണ്, താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ കൊടുക്കണം, ചെറിയ ദിക്റല്ല. അപ്പൊ അല്ലാഹ് എന്ന മഹത്തായ നാമം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആ നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അതാണ് പറഞ്ഞു വന്നതിന്റെ ടോട്ടൽ. അല്ലാഹ് എന്നുള്ള നാമം എന്ന് ഉയർത്തപ്പെടുന്നോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. അന്നാണ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് വരുന്ന വരിക. സയ്യിദുനാ റസൂലുള്ളാഹി 3 ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഊതലുകളാണ്. ഒന്നാമത്തെ ഊത്തിന്റെ പേര് നഫ്ഹത്തുൽ ഫസഇ എന്നാണ്, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. രണ്ടാമത്തെ ഊത്ത് നഫ്ഹത്തുസ് സഇഖ, സർവ്വരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. മൂന്നാമത്തത് നഫ്ഹത്തുൽ ബഅസ, സർവ്വജനങ്ങളെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. ഇങ്ങനെ 3 ഊതലാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ആദരമായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, ഒരു മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചു. മലക്കിന്റെ പേര് ഇസ്രാഫീൽ അലൈഹിസ്സലാം. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? മർമ്മപ്രധാനമായ ഡ്യൂട്ടി ഈ 3 ഊതലാണ്. മർമ്മപ്രധാനമായിട്ട്. വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട്. മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന ജോലി അദ്ദേഹത്തിന്. അത് കൃത്യമാണോ അളവുകോല് നോക്കുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിലേക്ക് നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്രാഫീലിനാണ് എന്നും ഉലമാക്കൾ നിർവചിച്ചിട്ടുണ്ട്. വേറെയും ചില ജോലികൾ ഉണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെത് ഈ 3 ഊതലൂതാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഊത്ത് എത്രത്തോളം വലിയ ഭീകരമാണ്, എത്രത്തോളം വലിയ സംഭവം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് എന്ന നാമം ഈ ലോകത്ത് ഉച്ചരിക്കാത്ത അവസ്ഥയിൽ നിലകൊള്ളുമ്പോ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്ത് കൽപ്പിക്കുകയാണ്. ويوم ينفخ في الصور ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله
وكل أتوه داخرين അല്ലാഹു ഓതാൻ കൽപ്പിക്കുകയാണ്. അന്നീ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മോശമായ ശൈലിയിൽ അവലംബിക്കുകയാണ്. കള്ളു കുടിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്, മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് മുമ്പാകെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതുകയാണ്. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഓതിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഔത്തിലൂടെ തന്നെ പേടിക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. എല്ലാവരും പടച്ച റബ്ബിലേക്ക് നമ്മുടെ ശിരസ്കരായി കടന്നു വരുകയാണ്. പടച്ച റബ്ബിലേക്ക് ഭയജഗതരായി കടന്നു വരുകയാണ്. വിനയാന്യതരായ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യാൻ തയ്യാറായി കടന്നു വരുകയാണ്. കള്ളു കുടിക്കുന്നവരാണ്, വിചരിക്കുന്നവരാണ്, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ നടന്നിട്ടുള്ളവരാണ്, നിരീശ്വരവാദത്തിന്റെ ആളുകളാണ്, യുക്തിവാദത്തിന്റെ ആളുകളാണ്, അവിശ്വാസത്തിൽ അമർന്നുപോയ ആളുകളാണ്, കള്ളുകുടിച്ചുകൊണ്ട് ദുനിയാവിൽ നടന്നതായ ആളുകളാണ്, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടന്നവളാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് നടന്ന സമൂഹമാണ്. എല്ലാവരും അല്ലാഹുവിലേക്ക് തിരിയുന്ന സമയമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത രംഗമാണ് സ്വഹാബ. കാരണം സൂറന്ന കാഹളമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുടലായി നിങ്ങൾ കാണരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അറാബിയുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രകാശത്താലുള്ള കുഴലാണ്. സാബാഇറത്തിൽ ഖർൻ കഅർദിസ് സമാഇ വൽ അർള്. എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ അറബിന്റെ കൈകൾ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. പടച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് സാബ, പ്രവിശാലമാണ് സാബ. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സൂറന്ന കാഹളമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സോദരാ, ഒന്നാലോചിച്ചു നോക്കണേ സോദരി. 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമായി നിറഞ്ഞു നിൽക്കുന്ന സൂറന്ന കാഹളത്തെ ഒന്ന് ചിന്തിക്കൂ മനുഷ്യ. അതിന്റെ നീളമൊന്ന് കണക്കാക്കൂ സോദരി, അതിന്റെ വ്യാസമൊന്ന് കണക്കാക്കൂ. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശത്താലുള്ള കുഴലിനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വൽ സൂര്യനെ സൂറന്ന സൗരയുഗങ്ങളെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രനെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഇതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി സൃഷ്ടിച്ചത് സൂറിനെയാണ്, സൂറിനെയാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്ക്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ് കൈഫ തുഇമു കൈഫ തുഇമു വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. ഹദീസാണ്, വേറൊന്നുമില്ല. ഹദീസുകളാണ്, വേറൊന്നുമില്ല. വേറെ ആവശ്യമില്ലാത്ത ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് കൈഫ തുഇമു വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. എങ്ങനെയാണ് ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക സ്വഹാബ? എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാൻ കഴിയുക സ്വഹാബ? കാഹളത്തിന്റെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കാൻ, എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വദിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ കുടിനീരിറക്കും? എങ്ങനെ കുടിനീരിറക്കും? എന്താ കാരണം? വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫീലില്ലയോ, ആ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചത് മുതൽ, സൂറന്ന കാഹളത്തെ പടച്ചത് മുതൽ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വഹവാ ജബഹതഹു വഅസ്ഗാ സമഅഹു ഇലൽ അർശ് മതാ യുഅമറു ബിന്നഫഹാ. അല്ലാഹുവിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബ് എപ്പോഴാണ് ഊതാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യത്തരം പടച്ചറബിനോടുള്ള വിനയ നിമിത്തമായി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കർണപുടം പരിപൂർണമായി അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് ശ്രദ്ധ ചെലുത്തി സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊതാൻ റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളേ. ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനും കുടിക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് സ്വഹാബ? 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്. അഥവാ ആ കാലഘട്ടത്തിലെന്നല്ല, ഇന്നും ഇസ്രാഫീൽ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എപ്പോഴാണ് പടച്ചറബ് ഊതാൻ പറയുന്നത് അതിനുവേണ്ടി തയ്യാറായി റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന കാലഘട്ടം എത്തുമ്പോ മുഅ്മിനീങ്ങളുടെ മേൽ നല്ല കാറ്റിനയച്ച് അവരെല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന കാഹളത്തിന്റെ ഊത്തൂതാ പറയുകയാണ്. വയൗമ യുൻഫഖു ഫിസ്സൂർ വയൗമ യുൻഫഖു ഫിസ്സൂർ. സൂറന്ന കാഹളത്തിന്റെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഫഫസിഅ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരെ, ഈ ദുനിയാവിൽ വിചരിച്ചവരെ, ഈ ദുനിയാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരെ, സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നവരെ, ആളുകൾ രസിച്ചും രമിച്ചും നടന്നവരെ, മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കാതെ പോയവരെ, ഔലിയാക്കളെ ചീത്ത വിളിച്ചവരെ, മഹത്തുക്കളെ തെറി വിളിച്ചവരെ, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ ജീവിതത്തെ ആറാടി തീർത്തവരെ, ഇതാ സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തങ്ങോട് കടന്നു വരുമ്പോ വകുല്ലുൻ അതോഹു ദാഖിരീൻ. എല്ലാവരും വിനയാന്വിതരായി പടച്ചറബിലേക്ക് തിരിയുകയാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ ആത്മാവ് എന്ന് വിലപിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ഒരാളുടെയും തൗബ അല്ലാഹു ഒന്ന് സ്വീകരിക്കുകയില്ല. അന്ന് സ്വീകരിക്കൂല. തൗബയുടെ വാതിലടഞ്ഞിട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. തൗബ രണ്ടവസ്ഥയ്ക്ക് മുമ്പ് ചെയ്യണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് തൊണ്ടക്കുഴി റൂഹെത്തുന്നതിന് മുമ്പ്. സൂറത്ത് തൗബയിൽ തന്നെ അല്ലാഹു അങ്ങനെയല്ലേ പറഞ്ഞത്? ബക്കറ്റ് കൊണ്ടുവന്നോളി.
എല്ലാവരും ഒന്ന് ബക്കറ്റൊന്ന് കാര്യക്ഷമമാക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വേറെ ഒരു പിരിവ് നിങ്ങളെടുത്തൊന്നും വാങ്ങുന്നില്ല, ബക്കറ്റ് മാത്രമാണ് അത് കാര്യക്ഷമമാക്കി. നമുക്ക് ഈ പന്തലിന്റെയും കാര്യങ്ങളിലൊക്കെ ചെലവാണ്, വേറെ ഒന്നുമില്ല. ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ഖൈറായ നിലയ്ക്ക് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മുത്തല്ലിമീങ്ങൾ ഇറക്കിയ അൽ കമാൽ എന്ന മഹത്തായ പ്രസിദ്ധീകരണം ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദര സഹോദരിമാരും വന്നിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും അത് ഓരോ കോപ്പി കൈപ്പറ്റണം. നിങ്ങൾ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് മക്കൾ അത് ഇറക്കിയിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങൾ അതിൽ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ബാധ്യതകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് 100 രൂപയെങ്കിലും കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ കൈപ്പറ്റണം. 100 രൂപയാണ് അതിന്റെ ഏറ്റവും കുറഞ്ഞത്. നിങ്ങൾ അതിൽ മുകളിലോട്ട് 500 രൂപ കൊടുക്കുക. ദർസിലേക്കല്ല, നല്ല രീതിയിൽ സംഭാവന ചെയ്യുക. 500, 1000 നിങ്ങളെ കൊണ്ട് കഴിയുന്നവർ കുട്ടികൾ അതുമായി വരുമ്പോൾ എല്ലാ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കണമെന്ന് ഓർക്കുന്നു. അൽ കമാൽ എന്നുള്ള പ്രസിദ്ധീകരണമാണ് നമ്മുടെ മക്കൾ ഇറക്കിയ പ്രസിദ്ധീകരണമാണ്. അത് വേറെ എവിടെ ഇനി കൊണ്ടുപോകില്ല, കുട്ടികൾ നമ്മളിലാണ് ഏൽപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓരോ കോപ്പി ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ കൈപ്പറ്റ അള്ളാഹു സ്വീകരിക്കട്ടെ. അടങ്ങിയിരിക്കുന്ന ഖമ്മസൂഫി വലിയുല്ലാഹി അള്ളാഹു അവരുടെ പൊരുത്തം അതിലൂടെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഉപകരിക്കുന്ന നമ്മുടെ മക്കൾ ഇറക്കിയതാകുന്ന ഈ പുസ്തകം അതെല്ലാവരും ഇൻഷാ അല്ലാഹ് അതൊന്ന് വാങ്ങണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആ ബക്കറ്റ് ഒന്ന് കാര്യക്ഷമമാക്കി നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ. ആമീൻ. ഉറക്കം പറയുന്ന അള്ളാഹു നിറവേറ്റി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമുക്ക് ഏവർക്കും കാവൽ നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഉറക്കം പറയും അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാ, ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. ഇവിടെ അടങ്ങിയിരിക്കുന്ന ശൈഖ് അവരുടെ ദറജ ഉയർത്തണേ അല്ലാ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, അവരുടെ മദദിനാക്കണേ അല്ലാ, അവരുടെ ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇവിടെ വന്നു ചേർന്ന ബക്കറ്റിൽ പൈസ നിക്ഷേപിക്കുന്ന മുഴുവൻ ആളുകളിലും എല്ലാ സഹോദര സഹോദരിമാരിലും അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആരെല്ലാം ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവരുണ്ടോ, പ്രവാസികളായ സഹോദര സഹോദരിമാരടക്കം ദൂരദിക്കുകളിൽ നിന്ന് ആമീൻ പറയുന്ന ലൈവായി കേട്ടുകൊണ്ട് ആമീൻ പറയുന്ന സഹോദര സഹോദരിമാരടക്കം സർവരുടെയും സർവ്വ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹിഫ്ളിന് പഠിക്കുന്ന മക്കളുണ്ട്, ഇൽമു പഠിക്കുന്നതായ മക്കളുണ്ട്. 500ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ ശൈഖ് അവരുടെ ചാരത്ത് പഠിക്കുന്ന മക്കളാണ്. അല്ലാഹുവേ ഹൈറായ ജോലി നൽകണേ റബ്ബേ, ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. സർവോപരി മഹാനുഭാവന്റെ പൊരുത്തം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാരിലും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാ ആളുകളും ആ സമയത്ത് വന്നിട്ട് കാര്യമില്ല, തൗബ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അവസാന സമയം സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോൾ തൗബ സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സക്കറാത്തിന്റെ ഹാല് വരുമ്പോ തൗബ സ്വീകരിക്കില്ല. സൂറത്ത് തൗബ അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലേ. أعوذ بالله من الشيطان الرجيم إنما التوبة على الله إنما التوبة على الله للذين يعملون السيئات للذين يعملون السوء
بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആരുടെയാണ് തൗബ സ്വീകരിക്കുക, ആരുടെ തൗബയാണ് അല്ലാഹു കബൂലാക്കുക. ഈ ദുനിയാവിൽ കണ്ടുകുടിച്ചവരെ, ഈ ദുനിയാവിൽ വിചരിച്ചവരെ, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ അവലംബിച്ച് നടന്നവരെ, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് മോശമായ ശൈലിയിൽ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച് തീർത്തതായ സമൂഹമേ, നീ അല്ലാഹുവിലേക്ക് മരണത്തിന് മുമ്പ് തൗബ ചെയ്താൽ അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. തെറ്റ് ചെയ്തു അല്ലാഹ് നീ പുറത്തു തരണേ റബ്ബേ. സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടവനാണ് പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷനോടുകൂടി മൊബൈൽ അശ്ലീലത കണ്ടതായ കണ്ണാണ്, അശ്ലീലത കേട്ടുകളെ തീർത്തതായ കാതുകളാണ്. നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ച റബ്ബിനോട് നീ പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു തൗബയെ സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ പടച്ച റബ്ബ് നിന്റെ പാപങ്ങളകിലവും പുറക്കാൻ അല്ലാഹു റെഡിയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പുറക്കാൻ അല്ലാഹു സന്നദ്ധനാണ്. രാത്രിയിൽ അല്ലാഹു സന്നദ്ധനാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യന്റെ പാപം അല്ലാഹു പുറക്കാൻ റെഡിയാണ്. പാതിരാത്രി സമയത്താരെ എല്ലാ തെറ്റുകളും പൊറുക്കാൻ അല്ലാഹു റെഡിയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകൽ തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ്. രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ അല്ലാഹു പകലിലും റെഡിയാണ്. 24 മണിക്കൂറും തൗബയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും മനുഷ്യ, നീ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ നടന്ന് നീങ്ങിയവരെ അവസ്ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. അവസാന ശ്വാസം നിലക്കാൻ പോയാണ്. കിംസിൽ നിന്നും, മിംസിൽ നിന്നും, ഹോസ്പിറ്റലിൽ നിന്നും, ഷിഫയിൽ നിന്നുമൊക്കെ നിന്നെ ഇതാ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ ഇതാ വിടുതൽ ചെയ്തിരിക്കുകയാണ്. വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കൊണ്ടുപോയിക്കോ ഇവനെ, രക്ഷയില്ല, ഇനി ഒരു രക്ഷയുമില്ല. എല്ലാവരും കൈയൊടിയുന്ന സമയമാണ്. എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാൻ പറയുകയാണ്. ആ സമയത്ത് ഇതാ ആംബുലൻസിലേക്ക് നിന്റെ മകനെ, മകളെ കയറ്റുകയാണ്. നിന്റെ വാപ്പയെ കയറ്റുകയാണ്. നിന്റെ ഉമ്മയെ കിടത്തുകയാണ്. വീട്ടിൽ കൊണ്ടുവരുകയാണ്. കുളിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ്. അവസാന ശ്വാസം വരുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയാണ്. നഖങ്ങളെല്ലാം വെട്ടി ശരീരത്തിന്റെ രോമകൂപങ്ങൾ നീക്കി മരിക്കാനുള്ള സമയമാണ്. അവസാന ശ്വാസമാണ്. ആ സമയത്ത് നീ തൗബ ചെയ്യുകയാണ്. അല്ലാഹ്
ഞാൻ സിനിമകൾ കണ്ടുപോയല്ലോ റബ്ബേ. എന്നെ കണ്ണുകൊണ്ട് മോശമായപ്പെട്ട ഒരുപാട് തലങ്ങളിലേക്ക് ഞാൻ കണ്ടവനാണ്. അന്യ പെണ്ണുമായി മൊബൈലിലൂടെ നെറ്റിലൂടെ കണ്ടുകൊണ്ട് അമ്മയിലൂടെ ചാറ്റിംഗ് നടത്തിയവളാണ്. നീ പുറത്തു തരണേ നാഥ, നീ പുറത്തു തരണേ അല്ലാ. കള്ളു കുടിച്ചിട്ടുണ്ട് റബ്ബേ, വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലാ, മോശപ്പെട്ട രീതിയിൽ ലൈംഗികതയെ കൊണ്ടുപോയിട്ടുണ്ട് റബ്ബേ. പാതിരാത്രി സമയത്ത് ആരും അറിയാതെ മൊബൈൽ ഫോണിലൂടെ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ട് ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ട് അല്ലാ. നീ എനിക്ക് പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ. നിന്റെ റൂഹിനെ അസറായിൽ പിടിക്കുന്ന വേളയിൽ മലക്കുൽ മൗത്തും കൂട്ടരും കടന്നു വരുമ്പോ ആ സമയത്ത് നീ ചെയ്യുന്ന തൗബയില്ലയോ, വലൈസത്തി തൗബ, ആ സമയത്തുള്ള നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ്. അധിക ആളുകളും ആ സമയത്തേക്ക് വേണ്ടി വെച്ചിരിക്കുക. നമ്മളൊക്കെ തൗബ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ തൗബ ഒന്നും വേണ്ട വിധത്തിലാണോ എന്നൊന്ന് പരിശോധിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരിശുദ്ധ റമദാനിൽ 27-ാം രാവിൽ പള്ളിയിൽ വന്നിട്ട് ഖതീബ് ഉസ്താദ് ചൊല്ലിത്തരുന്നതായ ആ തൗബയുടെ വചനങ്ങൾ ഏറ്റ് നമ്മൾ ചൊല്ലും. ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയാണ്? ബിരിയാണി വരാറായ 27 പൊതിഞ്ഞു കൊണ്ടുപോകണം. ശ്രദ്ധ വേറെ എവിടെയാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് തൗബ ചെയ്ത് കരഞ്ഞൊക്കെ ഒപ്പിച്ചങ്ങ് പോകും. ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ പോയിട്ട് പെരുന്നാളിൽ നിന്ന് ഫാമിലി എന്റർടൈനർ റാഹത്തായിട്ട് തിയേറ്ററിൽ ബുക്ക് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. റമദാൻ പോലും തീർന്നിട്ടില്ല, അതിനു മുമ്പ് പെരുന്നാളിൽ നിന്ന് കയറി പോവാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിമീങ്ങളല്ലേ പോകുന്നത്. അതുകൊണ്ടല്ലേ റിലീസിന്റെ പടങ്ങൾ പോലും വെള്ളിയാഴ്ച ദിവസം വന്നത്. റിലീസ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന് ഹജ്ജില്ല, പണക്കാരനല്ലേ ഹജ്ജുള്ളൂ. പാവപ്പെട്ടവന് ഹജ്ജില്ല. ഹജ്ജിന്റെ സീസണായത്. പാവപ്പെട്ടവൻ അവന്റെ ഹജ്ജ് ഏതാണ്? അവന്റെ ഹജ്ജ് 5 രീതിയിലുണ്ട്. അവന്റെ ഹജ്ജ് 5 രീതിയിലുണ്ട്. ഒന്ന് പാവപ്പെട്ടവൻ എങ്ങനെ ഉസ്താദെ ഹജ്ജ് ചെയ്യണ്ടേ? പണം വേണം, വഴിയാൽ സൗകര്യം വേണം, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കണം. ഇതെല്ലാം ഒത്തിണങ്ങിയെങ്കിൽ ഹജ്ജ് നിർബന്ധവും. പാവപ്പെട്ടവൻ ഉസ്താദെ പൈസയില്ല, ഫുലൂസ് മാഫി, എങ്ങനെ ഹജ്ജ് ചെയ്യാ? അവന്റെ ഹജ്ജ് ഏത്? الجمعة حج الفقراء والمساكين. പാവപ്പെട്ടവനെ ഫഖീറേ മിസ്കീനേ, നിന്റെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമുഅ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിനക്ക് ഹജ്ജ് ഏത്? ജുമുഅ. അല്ലാഹ് ജുമുഅ. നീ എവിടെ പോകുന്നത്? നീ ജിമാഇന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട്. അല്ലാഹു ആക്കട്ടെ. ജുമാ ഇല്ല, ജുമാ ഉള്ളൂ. അല്ലാഹു ആക്കട്ടെ. അല്ലാഹു ആദരിക്കട്ടെ. നടക്കുന്ന സംഗതി ജുമാ കളഞ്ഞിട്ട് വേറെ പോരി. സംഭവം കിസറായി പോയി. സമൂഹത്തിൽ നടക്കുന്നതാണ്. ജുമാ നഷ്ടപ്പെടുത്തി, ഹജ്ജ് നഷ്ടപ്പെടുത്തി, വേറെ പരിപാടിക്ക് പോയി. പാവപ്പെട്ടവൻ ഉസ്താദേ എന്താ ചെയ്യേണ്ടത്? നീ കറക്റ്റ് ജുമായ്ക്ക് പോയാൽ നിന്റെ ഹജ്ജ് അതായിരുന്നു. നീ ആ ഹജ്ജ് കളഞ്ഞു വിളിച്ചു. പരിശുദ്ധമായ ജുമുഅയുടെ സുദിനത്തിൽ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന മുസ്ലിം സഹോദരങ്ങളിലെ, ചെറുപ്പക്കാരിലെ, സഹോദരിമാരിലെ അതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും ഒന്നില്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ച്? നമ്മുടെ മേത്തന്മാര് വരണം, ജുമാ പോയി, വേറെ പരിപാടിയാണ്. ഹജ്ജങ്ങ് പോവാൻ. ജുമാ പോയെന്ന് പറഞ്ഞാൽ ഹജ്ജ് പോയി. അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരുന്നു ജുമുഅ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാദേ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്നാൽ നിനക്കുള്ളതാകുന്ന ഹജ്ജ് ജുമുഅയാണ് നിന്റെ ഹജ്ജ്. 5 വഖത്ത് നമസ്കാരം നിനക്കുള്ള ഹജ്ജ്. قال رسول الله صلى الله عليه وسلم കല്ല ഹദീസ് വേറൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നുമല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ, വെറുതെ പറയല്ല. من تطهر من بيته
ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, 5 വഖത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ, ചെറുപ്പക്കാരാ സഹോദരാ, ലിഅദാഇ സ്വലാത്തി മക്തൂബ ഫഅജ്റുഹു മിസ്ലുൽ ഹാജിൽ മുഹ്രിമി. ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.